ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പൊന്നും കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ടൂൾസ് ഉപയോഗിക്കാതെ ആർക്ക് വേണമെങ്കിലും ഇത്ര നല്ല സോഫ്റ്റോട് കൂടി തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്ത ആ ഒരു ഗ്ലാസ്സിന് അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ശുദ്ധമായ ശർക്കരയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പൂണിൽ അളന്നെടുത്താൽ മതി. ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒന്നും വേണമെന്നില്ല. നമ്മളിതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന കാരണം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറൊക്കെ അളന്നെടുത്ത ആ ഒരു സ്പൂണിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2-3 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 സ്പൂൺ വിനാഗിരിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ വശത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പാച്ചിലൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ സ്റ്റീലിൻ്റെ ബൗളിലോ അലുമിനിയത്തിൻ്റെ ബൗളിലോ ഒക്കെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇനി ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 തവണ നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊരു പഴയ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരുന്നു. ഇനി ഇതിലേക്ക് സ്റ്റാൻഡോ റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതുപോലൊരു മൂടി ഉപയോഗിച്ചിട്ട് എയർ ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ആദ്യം ഇതൊന്ന് അടച്ചു കൊടുക്കുക. ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മെല്ലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്ത ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് ടിന്നിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കേക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് കണ്ടില്ല, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ലാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അവർക്ക് 4 മണി ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്